ഇതിനകത്ത് എന്നാക്കെ മീനുള്ള നമുക്കൊരു പിടിയില്ല കേട്ടോ. ചത്തവരെ അഭിനയിക്കുന്നുണ്ടോ? ചുമ്മാ പെറുക്കിയിടാം. ഇത് നമ്മുടെ നാടൻ സിലോപ്പിയ. മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോൾ കുറുക്കനോ മുള്ളമ്പതിയോ വന്നു കഴിഞ്ഞാൽ ഓടിക്കാനായിട്ടാണ് വടി. ടാസ്ക് എന്നറിയോ? ഗൗരി ഇടിക്കും. നമ്മൾ ഇന്നൊരു പാറക്കുളം എത്തിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മൾ ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു പാറക്കുളം എത്തിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഫസ്റ്റ് വണ്ടി ഇറക്കിയിട്ടെ. നമ്മൾ വണ്ടി ഇറക്കി സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സി ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. ഇവിടെ ഒരാൾ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സി ചേച്ചിയുടെ വീട്ടിൽ നമ്മളിത് വറ്റിച്ചിട്ട് എത്ര നാളായി? അന്ന് അവസാനം വറ്റിച്ചത് ഒരു വർഷം മുമ്പ് അല്ലേ? കഴിഞ്ഞ വർഷമാണ് നമ്മൾ വറ്റിച്ചത്. ഇത് കണ്ടല്ലോ, ഇപ്രാവശ്യം വേനലായതുകൊണ്ട് വെള്ളം ഒത്തിരി താന്നുപോയി. ഇത് കണ്ടോ, ഇതാണ് കുളം. ഇത്രയും വെള്ളമുണ്ട്. പക്ഷേ ഒയ്യ മീനുണ്ടല്ലോ. ഇതിനകത്ത് കളറുള്ള മീനുണ്ട് കേട്ടോ. ആ കളറുള്ള സിലോപ്പിയാണോ? അങ്കിളാണ് ഈ കുളം മൊത്തം ടേക്ക് കെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഗൗരാമീനുണ്ടല്ലോ അങ്ങളെ. ശരിക്കും വറ്റിച്ച് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ ഉണ്ടെന്നല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു വരാലിനെ കിട്ടിയായിരുന്നു. വരാലുണ്ടോ അങ്ങളെ? ഇല്ലല്ലേ. ഇതൊരു ടാസ്ക് ആണ് കേട്ടോ. കഴുകി കുളം ഇത് മൊത്തം ക്ലീൻ ചെയ്യണം അല്ലേ അങ്ങളെ? ചെളി പോയി കളയുന്നുണ്ടോ? ആ വലുതുണ്ടോ? പിന്നെ വലുതുണ്ടോ? ദൈവമേ, ഗൗരി ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ടാസ്ക് എന്നറിയോ? ഗൗരി ഇടിക്കും, അറിയോ? ഭയങ്കരമായിട്ട് ചാടും. നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴേക്കും ചാടി നല്ല ഇടി കിട്ടും. അതുപോലെ ഈ പായലെല്ലാം മാറിക്കളണം അല്ലേ ഞങ്ങളെ? വെള്ളം മോശമാകാൻ തുടങ്ങിയതും വെള്ളം കുറഞ്ഞതും അല്ലേ? അങ്ങള് പറഞ്ഞതനുസരിച്ച് ഈ ഒരു പായൽ നമ്മുടെ ഇത്ര വെള്ളം ഉണ്ടായിരുന്നു അല്ലേ? ഇതിപ്പോ നമുക്കൊരു 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് പറ്റുമായിരിക്കും അല്ലേ? ചേച്ചി ആണെങ്കിൽ ഞങ്ങൾക്ക് തീ വെയിലായതുകൊണ്ട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കൊണ്ടുവന്ന ഇതുണ്ടല്ലോ, അതിനകത്ത് ആദ്യം നല്ല വെള്ളം നിറച്ചിടാം. എന്നിട്ട് ആദ്യം അടിക്കുന്ന വെള്ളം അതിന് നിറച്ചിടാം അല്ലേ? എന്നിട്ട് മീനെല്ലാം ലൈവായിട്ട് അങ്ങോട്ട് ഇടാം. ഗപ്പി ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഗപ്പി നമുക്ക് തുണി ഈ കൊതുകുവല മതി. കൊതുകുവല എന്താണ്? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഇടുവാണെങ്കിൽ ആമ്പല് ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് നമുക്കുണ്ടല്ലോ വണ്ടി ഇറക്കി ഇങ്ങോട്ട് ഇടാം. വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇത് ഇറക്കിയിട്ട് അങ്ങ് എടുത്താലേ ഇത് വിട്ടിട്ടേക്കല്ലേ. നമ്മുടെ ഡ്രമ്മ് അത്യാവശ്യം മീനെ കോരി എടുക്കാനുള്ള വലയുണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ നമ്മുടെ മോട്ടർ, ഇത് നമ്മുടെ കിളിക്കൂട്ടിലെ ഫിൽറ്റർ മോട്ടറാണ് കേട്ടോ. പിന്നെ ഇത് വയറ്. സൂപ്പർ വെയിലാണ് കേട്ടോ. നമുക്ക് വണ്ടി എടുത്ത് തണലത്തോട്ടിടാം. അങ്ങനെയുണ്ടല്ലോ, നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിച്ചു. നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മോട്ടർ എടുത്ത് കണക്ട് ചെയ്യണം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം മോട്ടറാണ് കേട്ടോ. നമ്മൾ 2 മണിക്കൂർ മതിയായിരിക്കും അല്ലേ? 2-3 മണിക്കൂർ മതിയായിരിക്കും ഞങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോട്ടറിന്റെ കണക്ഷൻ കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ എന്തായാലും വെള്ളം കാണും നിങ്ങളെ? ഇത്രയും വെള്ളം കാണോ? നമ്മൾ മോട്ടറും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കുവാണ് കേട്ടോ. അനീഷേട്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ഇതിന് മുമ്പത്തെ കുളം വറ്റിക്കാൻ ചേട്ടായി ഉണ്ടായിരുന്നു. ചേട്ടായി നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ദിനോചാസിന്റെ അളിയൻ. പിന്നെ ചേട്ടൻ, സോറി, അളിയനല്ല ചേട്ടൻ. ചേട്ടൻ ഇവിടെ നിന്ന് ഇവിടെ നല്ലുണ്ട്. ഞാൻ ഇത് നോക്കുമ്പോഴേക്കുണ്ടല്ലോ ഇത് കളറുള്ള എന്തൊക്കെയോ മീനൊക്കെ ഉണ്ട്. കളറുള്ള സിലോപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് വെറൈറ്റി മീനുകളായിരിക്കും നിറച്ച്. അപ്പോൾ ഇത് കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ നേരെ മോട്ടറിനെ ഓണാക്കി ഇടും. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ കുളം പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുപോലെ പിടിച്ചിടാനുള്ള മീനെ ഇടാനായിട്ട് നമ്മൾ ഇവിടെ കുറെ ഡ്രമ്മൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് 2 കുഞ്ഞു പേരുണ്ട്. ഒരാൾ വടിയൊക്കെ നിൽപ്പുണ്ട്. വലിയ മീനൊക്കെ കിട്ടുവാണെങ്കിൽ തല്ലി പിടിക്കാനായിട്ട്. അതുപോലെ മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോൾ കുറുക്കനോ മുള്ളമ്പതിയോ വന്നു കഴിഞ്ഞാൽ ഓടിക്കാനായിട്ടാണ് വടി നോക്കി കാണിച്ചത്. സകല ആയുധങ്ങളുമായിട്ട് അവിടെ നിൽക്കുന്നത് കേട്ടോ. ഒരു രീതിയിൽ നമുക്ക് പിന്നോട്ട് യാതൊരുണ്ടോ നോക്കി അഭ്യാസം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങൾ ഇവിടെയല്ല ഞങ്ങൾ താഴ്ച മോട്ടറിനെ ഇറക്കി വെക്കാം. ചേട്ടാ അങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ താത്തിക്കോ. അപ്പോൾ പെർഫെക്റ്റ്. കുറച്ചുകൂടെ താത്തിക്കോ. മതി. അങ്ങനെ നമ്മൾ മോട്ടർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അറിയാം വെള്ളം വരുന്നുണ്ടോ എന്നൊരു കാര്യം ചെയ്യാം. അനീഷേട്ടൻ അവിടെ ഓൺ ആക്കുമ്പോഴേക്കും ഇവിടെ വെള്ളം വരും. അവിടെ നിന്നെ കുളിപ്പിക്കാൻ പോകും. ഓടല് വെള്ളം വരുന്നത് എത്തി വെള്ളം. ആഹാ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യമേ നമ്മൾ മീൻ നല്ല ഡ്രം ഒന്ന് കഴുകാം കേട്ടോ. നമുക്ക് ആദ്യമേ ഉണ്ടല്ലോ ഈ 2 ഡ്രം നിറയ്ക്കാം. അതാകുമ്പോഴേക്ക് നമുക്ക് പിടിക്കുന്ന മീനെ നേരെ ലൈവായിട്ട് ഡ്രമ്മിലേക്ക് ഇടാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ കുളം വറ്റി വരാനായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കുമായിരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഏകദേശം 2 അടി വെള്ളം ഇറങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങളെ. നമ്മുടെ മോട്ടറിനെ കുറച്ചും കൂടെ താത്തി വെക്കണം. ഇവിടെ ഇരുന്നാൽ മതി നിങ്ങളെ. അതിൻ്റെ അവിടെ ചെളിയാണോ? നമുക്ക് നോക്കാം വെള്ളം പോകുന്നുണ്ടോ എന്ന്. വേണ്ടേ, വെള്ളം കുഴപ്പമില്ലാതെ പോകുന്നത്, കലങ്ങിയാണ് പോകുന്നത്. 2-3 ചോട് ആമ്പലുണ്ട്. വെള്ളം താന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആമ്പലിനെ അങ്ങ് പറിക്കുക വേണ്ട.
ഇതിനകത്തുണ്ടല്ലോ ഏകദേശം ഒരു 3 ചുവട് ആമ്പലുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അനീഷയുടെ നിൽക്കുന്ന സ്ഥലത്ത് മൊത്തം ചെളിയാണ് കേട്ടോ. ആ ഒരു കണത്തിൽ ചെളിയുണ്ട് അവിടെ, അതിനേക്കാളും കൂടുതൽ ചെളിയാണ്. ഉയ്യോ, അത് ഫുള്ള് ചെളിയല്ലേ ഏടേ? അങ്ങോട്ട് മൊത്തം ചെളിയാണ്, ഇതിനിടയ്ക്കോട്ട് ഫുള്ള് ചെളിയാണ് കേട്ടോ. ഇതിനകത്തുള്ളത് നോർമലായിട്ടുള്ള തിലാപ്പിയ ഉണ്ട്, കളറുള്ള തിലാപ്പിയ ഉണ്ട്, പിന്നെ നമ്മുടെ ഗൗരാമി ഉണ്ട്. പക്ഷേ ഗൗരാമിന് ഒന്നിലും നമ്മൾ കണ്ടില്ല. നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമ്പൽ ഫുള്ള് പറിച്ച് ഇതിനകത്ത് ചെളി മൊത്തം മാറി കുളം വൃത്തിയാക്കണം. അതാകുമ്പോഴേക്കും 2 മഴ കഴിയുമ്പോഴേക്കും വെള്ളം ഫുള്ള് നിറയും. ഇവിടെ ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് വെള്ളം പറ്റുന്നത് അപ്പം ചാടാൻ വേണ്ടി നിൽക്കണം അല്ലേ? മാക്സിമം വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് പണി എളുപ്പമുണ്ടായിരിക്കും. വേണ്ട, നമ്മുടെ വെള്ളം പിന്നെ വറ്റി. ഇപ്പോൾ അനീഷേട്ടൻ കുറച്ച് മുമ്പ് നിന്ന് ആ സ്ഥലത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ ഇപ്പോൾ വെള്ളമില്ല. അപ്പോൾ ആ ചെളിക്കകത്ത് വെള്ളമൊക്കെ ഇറങ്ങി ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇതിനകത്താണെങ്കിൽ നമ്മുടെ മീനുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഗൗരയുടെ ഫിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ സിലോപ്പിയും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആഫ്രിക്കൻ പൊമ്പാന എന്തിയെ? പൊമ്പാനെ കാണിച്ചു കൊടുത്തേ. പൊമ്പാന എന്തിയെ? ആഫ്രിക്കൻ പൊമ്പാന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മീനോടെ നിൽപ്പുണ്ട് കേട്ടോ. അതെന്നാ മീനാണ് ഞങ്ങൾ പിടിപ്പിക്കാൻ കാണിച്ചു തരാം. കൊച്ചിനറിയാം എന്നാ ആഫ്രിക്കൻ പൊമ്പാനോ? ഇല്ല, കാണിച്ചു തരാം കേട്ടോ. നമുക്ക് എന്തോരം വെള്ളം ഉണ്ടെന്ന് നോക്കാവേ. വെള്ളം എത്ര ഉള്ളു കേട്ടോ? ഓ സൂപ്പർ തന്നെയല്ല. ഇത് നമ്മളിപ്പോൾ ഇതിനകത്ത് കുറേ ഗപ്പീനെ പിടിക്കണം. അമ്മമാരെ ചെളിയോട് കൂടെ ഇടാം അല്ലേ? വേണ്ട വേണ്ട, ഞാൻ ഇറങ്ങേണ്ടി വന്നില്ല കേട്ടോ. ഏതാ അങ്കിൾ ആദ്യം പറിക്കണ്ടേ? എല്ലാം പറിക്കാനുള്ളതാ. ഈ അങ്കിളെ ഇത് വലിയ ചായന്റെ സാധനം കേട്ടോ. ഏടെ പക്ഷെ നല്ല കനമുണ്ട് കേട്ടോ. പിടിക്കാൻ പോവാ. എണ്ണ ഒന്നുമില്ല. ഉയ്യോ, അതാ വലുത്. ഒന്ന് കാണിച്ചു ഞങ്ങളെ. ഒരാളെ പിടിച്ചാൽ ഞങ്ങൾ കണ്ടോണേ. ഇവനെ അതുപോലെ അയ്യോ കുഴപ്പമില്ല, അവനൊന്ന് പിടിക്കാം. അവനൊന്ന് കാണിക്കാം നമുക്കേ. ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ നാടൻ സിലോപ്പിയാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഉള്ളത് ഏറ്റവും ഞങ്ങൾ ഇവന് ജീവനോടെ കിട്ടേക്കാം അല്ലേ? എന്നിട്ട് അപ്പൊ ഇവനെ എത്രയും പെട്ടെന്ന് ജീവനോടെ ഇട്ടേക്ക്. ഇടിക്കുന്ന കൂടെ നമുക്ക് ചെളി ഞാൻ കോരി കറിക്കട്ട് വെക്കാം അല്ലേ? ആണോ? അടുത്ത് രാജാ അടിച്ചാ ഇത് കേട്ടോ. ഇത് ചെറുതല്ലേ? ഇത് കുറച്ചും കൂടെ ചെറുതാ. ഇതുണ്ടോ അവനെ കൊണ്ടിട്ടോ വേണമെങ്കിൽ. അയ്യോ, എൻ്റെ ചെരുപ്പ് താന്നു പോയി. ഇവിടെ ഫുള്ള് മീനാണ്. ഇത് ഇതുണ്ടോ? ദേ ചുമ്മാ പെറുക്കിയിടാം. ഇത് നമ്മുടെ നാടൻ സിലോപ്പിയ. ഒന്ന് ചത്തൻ എവിടെ? ചത്ത എന്തിയെ? ഈ ചത്തിട്ടില്ല ഇവൻ. ചത്തപോലെ അഭിനയിക്കുന്നുണ്ടോ? ഇതുണ്ടോ? ആ വേണ്ട ഒരുത്തനെ കിട്ടി. ഗൗരയാണെന്ന് അറിയത്തില്ല. രണ്ടെണ്ണം വേണ്ടേ? ഇതുണ്ടോ? ഒരു വെളുപ്പും ഒരു കറുത്ത. എന്നാ ചേട്ടാ ഞാൻ കിട്ടേക്കാം. ഒരുത്തൻ പോയി. അവനെ പിടിക്കാൻ, അവനെ ഒന്നും കൂടി പിടിക്കാൻ വേണ്ടി കളഞ്ഞല്ലേ? എന്തി ആണോ? ഒരുത്തൻ കരയെ കയറി കിടക്കുന്നു. ഇവന് ഇത്രയും വെള്ളം ഉണ്ടായിട്ട് എന്താണോ നീ കരയെ കയറി കിടക്കുന്നത്? വേണ്ട അടുത്ത് ആണ്ടെ എന്നാ അനീഷേട്ടാ. ഇതിനൊക്കെ അവൻ പോയോ? എന്തിയെ? ഇതല്ലേ? അതല്ല ഇതല്ലേ? ആ ഇത് കൊള്ളാം. എന്നാ ഇവനൊക്കെ പിടിക്കാൻ വേണ്ടി നിന്ന് തരുവാണല്ലോ. വേണ്ട അടുത്ത് അവൻ പോയി. ഇതിനകത്ത് എന്നാക്കെ മീനുള്ള നമുക്കൊരു പിടിയില്ല കേട്ടോ. വറ്റിച്ച് വരുമ്പോഴേ അറിയത്തുള്ളൂ. എന്നാണ് അടുത്ത്? ഈ ചോപ്പ് കുറേ ഉണ്ട് കേട്ടോ നിങ്ങളെ. വേണ്ട അടുത്ത് മുങ്ങി നിൽക്കുന്നത്. രണ്ടെണ്ണം. പീച്ചാണോ? 2 3 വേണ്ടേ? ഈ മീനല്ലേ? ഇലയാണോ? ആ വേണ്ട പോകുന്നു. 4 വേണ്ട പേറോ? ചവിട്ടി താത്തി വിടുവാണോ? ഒരു കുഞ്ഞ് നിൽക്കുന്നത്. ആ ഒരു കുഞ്ഞിനെ പിടിക്കാതെ ഒരു വലുതിനെ കിട്ടി കേട്ടോ. ആ മുള്ള്. ഉയ്യോ, അത് മീനായിരുന്നോ? ആ സൂപ്പർ മുള്ള്. ആള് വേണ്ട ഇനിയുണ്ട് കേട്ടോ. പിന്നെ ഗപ്പിയില്ല.
എന്നാങ്ങളെ 3 ഞാൻ കണ്ടുള്ളൂ. അടുത്ത വർഷം ശരിയാവില്ല. ഈ ചെളി മാറി കഴിയുമ്പോഴേ ഇതെല്ലാം തീർന്നോ? ഇവിടെ ഉണ്ട് ഏട്ടെ, വേണ്ട അയ്യോ ശേ ഒന്നുമില്ല. ആ ഇനി ചെളി കോരുന്നായിരിക്കും നല്ലത്. ഇത് ഒരു ജോഡി ഇതിനകത്ത് ഇടാനുള്ള ഞങ്ങളെ അത് ഇപ്പം തന്നെ കോരി വിട്ടാലോ? ഗപ്പിനെ പിടിക്കണം കേട്ടോ. അതെ ഗപ്പിനെ കിട്ടുന്നുണ്ട് ഞങ്ങളെ. ഗപ്പി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആരെയും കളയുന്നില്ല, എല്ലാവരും പിടിക്കുവാണ്. ആ എടാ നീ താന്ന് കഴിയും, നിന്നെ നീ പിടിക്കാൻ പറ്റത്തില്ല. അയ്യോ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ഒരു 10-15 കിട്ടി. ജോൻ ഇതുണ്ട്, ഇതാ പൊമ്പാനോനെ കണ്ടോ? ഇത് കണ്ടോ, ഇതാണ് ആഫ്രിക്കൻ പൊമ്പാനോ. 2 ഉണ്ട്. എന്നാ പിടിച്ച് കൈ പിടിച്ചു. ശരിക്കും പറഞ്ഞത് ഇതെന്നാ അറിയാം, ഇത് ശരിക്കും തുമ്പിയുടെ കുഞ്ഞ്. അതെ തുമ്പിയുടെ കുഞ്ഞ്, എടുത്ത് നോക്കിയോ. അതെ വേണ്ടെന്നാ കുറവുണ്ട് എന്നറിയാനെന്നാ. സോറി അല്ലല്ല, ഇതാ തുമ്പിയുടെ കുഞ്ഞ്. അതെ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയട്ടെ. കുറേ ഉണ്ട്. അന്നത്തെ കാലത്ത് നിങ്ങളെ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ മൊത്തം ചെളി വാരിയില്ല. ഇത് കണ്ടല്ലോ, ഇത്രയും ചെളി വാരിയിട്ടിട്ടുണ്ട്. അതുപോലെ ആമ്പൽ ഇത് മൊത്തം കളഞ്ഞു. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ശരിയാത്തില്ല കേട്ടോ. അതുപോലെ നമുക്ക് ഏകദേശം 1, 2, 3, 4, 5 ചോട് ആമ്പലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്ത ദിവസം നമ്മുടെ വീട്ടിലെ കുളം എന്തായാലും പറ്റിക്കും. അപ്പോൾ ആ കുളത്തിൽ നമ്മൾ ആമ്പൽ പിടിപ്പിക്കാൻ വേണ്ടി പോകണം. അപ്പം നമ്മൾ ഇതിനെ കൊണ്ടുപോകാനായിട്ട് ഡ്രമ്മ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കുളത്തിലും നമ്മൾ ഈ ഒരു ആമ്പലിനെ കൊണ്ട് പിടിപ്പിക്കാൻ പോകണം കേട്ടോ. നമ്മൾ പിടിച്ച മീനുകളൊക്കെ ഉണ്ടല്ലോ, ഈ 2 ഡ്രമ്മിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുളത്തിൽ എടുത്ത് വെള്ളം തന്നെയാണ്. അവന്മാരിത് സേഫാണ്, ഗപ്പി നടക്കുന്നുണ്ടോ. അപ്പോൾ ഒരു 1-2 ദിവസം കൊണ്ട് ഈ ഒരു കുളം വെള്ളം തെളിയും. വെള്ളം തെളിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇവരെ തിരിച്ചു തരാനായിട്ട് പറ്റും. അത്രയും ഇല്ല. ആ മതി. പെർഫെക്റ്റ്. അയ്യോ അങ്ങനെ നമ്മൾ 3 ചോള ആമ്പലിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ അങ്ങനെ ഫൈനലി നമ്മുടെ കുളത്തിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളാണ് ഇതുണ്ടല്ലോ, നമ്മൾ ആമ്പലൊക്കെ പുറകിൽ വെച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ടുണ്ടല്ലോ, ഇത് ചെറിയൊരു സാമ്പിളായിരുന്നു. നമ്മുടെ കുളം വറ്റിക്കുന്ന ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പറയാൻ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ദിനാഴ്ച ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. പേരുണ്ട് എല്ലാവരുടെ? അശ്വിൻ, അനന്തകൃഷ്ണൻ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഇഷ്ടം? കിളിക്കൂടാണോ അതോ ഫിഷിംഗ് ആണോ? ഫിഷിംഗ്. അപ്പൊ 2 ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? താങ്ക്സ് കേട്ടോ. അപ്പൊ കാണാം കേട്ടോ. ബൈ ബൈ. അല്ല ഇത് 4x4 ആ. ഹലോ നമ്മൾ ജിപ്സി ഇറക്കിക്കൊണ്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നൊരു പാറക്കുളം വറ്റിക്കാൻ വേണ്ടി